ഉത്തർപ്രദേശ് നിയമസഭയിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായത് നാടകീയ ഇന്നലെ. അതെ. അപ്പോൾ യോഗി ആദിത്യനാഥിനെ ഏതാണ്ട് ചേർത്ത് പിടിക്കുകയാണ് ഈ സമാജ്വാദി പാർട്ടിയുടെ വനിതാ MLA. എന്തായിരിക്കും അതിൻ്റെ കാരണം? പൂജ പാൽ എന്ന് പറയുന്ന സമാജ്വാദി പാർട്ടി MLA ഇന്നലെ പുറത്താക്കി കേട്ടോ. പുറത്താക്കി. യോഗി ആദിത്യനാഥ് എൻ്റെ അഭിമാനം കാത്തു, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ദൈവമാണ്. പ്രതിപക്ഷ MLA പൂജ പാൽ ഇന്നലെ എണീറ്റ് നിന്ന് അസംബ്ലിയിൽ പറഞ്ഞപ്പോൾ അഖിലേഷ് യാദവിൻ്റെ പാർട്ടി ആകെ സ്തംഭിച്ചുപോയി. കാരണം പൂജ പാലിനെ സംബന്ധിച്ച് അവർ യോഗി ആദിത്യനാഥിനെ വാരിപ്പുണർന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം അത്രമാത്രം സ്നേഹാതിരേകത്വത്തോടെ അവർ യോഗിയെക്കുറിച്ച് പ്രശംസിക്കുന്നു, സംസാരിക്കുന്നു. പ്രതിപക്ഷം സ്തംഭിച്ചുപോയി. ഭരണപക്ഷം ആർപ്പുവിളികളോടെ സ്വീകരിച്ചു. പ്രതിപക്ഷത്തെ സ്ത്രീകൾക്ക് നീതി ഉറപ്പാക്കാൻ യോഗി ആദിത്യനാഥ് കഴിഞ്ഞിട്ടേ ഉള്ളൂ എന്നാണ് പൂജ പാൽ പറഞ്ഞത്. പൂജ പാലിനെ സംബന്ധിച്ച് പൂജ പാൽ ഛൈൽ എന്ന് പറയുന്ന മണ്ഡലത്തിലെ MLA ആണ്. ഇന്നലെ വൈകുന്നേരം തന്നെ അഖിലേഷ് യാദവ് അവരെ പാർട്ടി ഇത് പുറത്താക്കി. അപ്പം മുഖ്യമന്ത്രി ഈ നാട്ടിലെ സ്ത്രീകൾക്ക്, ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പ്രതിപക്ഷത്തെ MLA പറഞ്ഞാൽ അതിൽ പരം ഒരു കയ്യടി യോഗി സർക്കാരിന് കിട്ടാനില്ല. അപ്പോൾ അത് പറയാനൊരു കാരണമാണ്. പൂജ പാലിൻ്റെ ഭർത്താവിൻ്റെ പേര് രാജു പാൽ എന്നായിരുന്നു. 2005 അദ്ദേഹം കൊല്ലപ്പെട്ടു. കൊന്നതാരാന്നറിയാവോ? കൊന്നത് സമാജ്വാദി പാർട്ടിയുടെ MLAയും പിന്നെ പാർലമെൻ്റ് അംഗവുമായിരുന്ന അത്തീഖ് ഖാൻ. അത്തീഖ് ഖാൻ്റെ സഹോദരൻ അഷ്റഫ്, മുഹമ്മദ് അഷ്റഫ്. അത്തീഖ് ഖാൻ MLA ആയിരുന്നു. MLA ആയിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിച്ച് ജയിച്ചപ്പോൾ അയാളുടെ സീറ്റ് MLA സീറ്റ് ഒഴിവ് വന്നു. അപ്പോൾ ഗുണ്ടാ തലവൻ കൂടിയായ അത്തീഖ് ഖാൻ സമാജ്വാദി പാർട്ടിയുടെ വലിയ നേതാവാണ്. ജയിലിൽ കിടന്നൊക്കെ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. കാരണം പേടിച്ച ആൾ വോട്ട് ചെയ്യും. അപ്പോൾ അത്തീഖ് ഖാൻ ജയിച്ച് പാർലമെൻറ്റിൽ പോയപ്പോൾ തൻ്റെ MLA സീറ്റ് അനിയന് കൊടുക്കാൻ തീരുമാനിച്ചു. അനിയൻ മുഹമ്മദ് അഷ്റഫ് അവിടെ മത്സരിച്ചു. പക്ഷെ അന്ന് രാജു പോൽ എന്ന് പറയുന്ന ഈ പൂജ പാലിൻ്റെ ഭർത്താവ് അവിടെ മത്സരിച്ചു. അഷ്റഫ് തോറ്റുപോയി. അങ്ങനെ അത്തീഖ് ഖാൻ ക്ഷമിക്കുമോ? രാജു പാലിനെ വെടിവെച്ചു കൊന്നു. സിമ്പിൾ. മനസ്സിലായില്ലേ? ജയിക്കണ്ട, എൻ്റെ അനിയനെ തോപ്പിച്ചവൻ നീ ജീവിച്ചിരിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വെടിവെച്ചു കൊന്ന ഭർത്താവിന് നഷ്ടപ്പെട്ടു. കല്യാണം കഴിഞ്ഞിട്ട് 3 മാസം തികയുന്നതിന് മുമ്പാണ് രാജു പാലിനെ വെടിവെച്ച് കൊടുത്തത്. പിന്നീട് പൂജ പാലോടെ മത്സരിച്ചു, ജയിച്ചു. പൂജ പാലിന് സീറ്റ് കൊടുത്തു കേട്ടോ. മുലായം സിംഗ് യാദവ് ചെയ്തില്ല എന്ന് പറയാൻ പാടില്ല. സീറ്റ് കൊടുത്തു. കാരണം അവർ ജയിക്കണമല്ലോ, സീറ്റ് കിട്ടാൻ വേണ്ടി. അവിടെ കാരണം ഇവൻ്റെ മുഹമ്മദ് അഷ്റഫ് ജയിലിലും പോയി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നീട് ഈ മുഹമ്മദ് അഷ്റഫ് ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് സാക്ഷിയെ കൊന്നു. എങ്ങനെയുണ്ട്? സാക്ഷിയെ കൊന്നു. അങ്ങനെ ഈ കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് യോഗി ആദിത്യനാഥും ഈ അത്തീഖ് ഖാനും തമ്മിൽ നേരിട്ട് വാക്പോരുണ്ടായി. 160 ക്രിമിനൽ കേസുകളാണ് അത്തീഖ് ഖാൻ്റെ പേരിലുണ്ടായിരുന്നത്. തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകം, ബലാത്സംഗം. അങ്ങനെ അവരുടെ ആ പ്രദേശം മുഴുവൻ അടക്കി ഭരിക്കുന്ന കിരീടം വെക്കാത്ത രാജാവായിരുന്നു അത്തീഖ് ഖാൻ. സമാജ്വാദി പാർട്ടി നേതാവായിരുന്ന മുലായം സിംഗ് യാദവിൻ്റെയും പിന്നീട് അഖിലേഷ് യാദവിൻ്റെയും വലങ്കൈ. സദാ തോക്കുകളുമായി ഒരു സംഘം അനുയായികൾ കൂടെ നടക്കുന്ന ഗുണ്ടാ തലവൻ. അയാളുമായിട്ട് ഒരു വാഗ്വാദം ഉണ്ടായപ്പോൾ യോഗി ആദിത്യനാഥ് പറഞ്ഞു, നീ ഒരുപാട് കളിക്കണ്ട, നിന്റെ ഇറച്ചിയിൽ മണ്ണ് ഞാൻ പറ്റിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഈ കേസിൽ, ഈ രാജാപാലിനെ കൊലപ്പെടുത്തിയ കേസിൽ അത്തീഖ് ഖാനും ഗൂഢാലോചനയിലുണ്ടായിരുന്നു. അത്തീഖ് ഖാൻ്റെ നിർദ്ദേശപ്രകാരമാണ് രാജു പാലിനെ കൊന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെയും അറസ്റ്റ് ചെയ്തു, ജയിലിലാക്കി. ഈ സമയം കൊണ്ട് യോഗി എന്ത് ചെയ്യുന്നറിയാമോ? ഇയാളുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടി. ഒരാൾക്ക് എത്ര രൂപയുടെ സ്വത്തുണ്ടായിരുന്നറിയാമോ? ഒരു സാധാരണ ഗുണ്ടയാണ്. ഗുണ്ടയായതുകൊണ്ട് MLA ആക്കി, MP ആക്കി, ജയിലിൽ കിടന്നും മത്സരിപ്പിച്ചു. SP, സമാജ്വാദി പാർട്ടി, ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന, വാചകമടിക്കുന്ന പാർട്ടി. കണ്ടുകെട്ടിയത് 11,684 കോടി രൂപയുടെ സ്വത്തുക്കളാണ് ഗുണ്ടാ തലവൻ്റെ കണ്ടുകെട്ടിയത്. 11,684. മനസ്സിലായോ? 11,684 കോടി രൂപയുടെ സ്വത്ത് UP-യിൽ ഒരു ഗുണ്ടക്കുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ വ്യവസായിക്ക് ഇത്രയും സ്വത്ത് കാണത്തില്ല. ഗുണ്ടായിസം മാത്രം, കൊലപാതകം, ഗുണ്ടായിസം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം ഒക്കെ നടത്തിക്കൊണ്ടുവന്നവൻ്റെ സ്വത്താണ്. അത്രയും യോഗി അങ്ങോട്ട് കണ്ടുകെട്ടി. അതിനുശേഷം
2003 ഏപ്രിൽ 15 ഈ അത്തീഖാനെ കോടതിയിൽ നിന്ന് ചികിത്സയ്ക്കായി ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് ആളുകൾ, നമ്മളെല്ലാം വീഡിയോ കൊണ്ടുപോകുന്ന വഴിക്ക് പോലീസുകാരായിട്ട് നടത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരു 3 പേർക്ക് വന്ന് ടക്ക എന്ന് വെടിവെച്ചും കൊന്നു. പോലീസുകാരുടെ നടുവിൽ വെച്ച് കോടതിയിൽ നിന്ന് വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് വെടിവെച്ച് കൊന്നു. അങ്ങനെ അത്തീഖാൻ്റെ ഇറച്ചിയിൽ മണ്ണു പറ്റി. ആ ചരിത്രം ഓർമ്മിപ്പിച്ചിട്ടാണ് പൂജ പാൽ എന്ന് പറഞ്ഞ്, ഞാൻ 2005 കല്യാണം കഴിച്ച് ഏതാനും മാസങ്ങൾ കഴിയും മുമ്പ് എൻ്റെ ഭർത്താവിനെ, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ ഭർത്താവിനെ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു എന്ന പേരിൽ കൊന്നു. അതിനുശേഷം യോഗി വന്നിട്ട് ഇപ്പോൾ 10 വർഷമായിരുന്നു അല്ലേ? അതെ, 2005 കൊലപാതകം നടന്നത്. 10 വർഷം കഴിഞ്ഞു. 10 വർഷം മുമ്പ് മാത്രമാണ് ഇയാൾക്കെതിരെ കേസെടുത്തത്. അതിനു മുമ്പ് UP ഭരിച്ചിരുന്ന ഒരു സർക്കാരും രാജു പാലിനെ, പൂജാ പാലിൻ്റെ ഭർത്താവിനെ കൊന്ന കേസിലെ പ്രതിയെ തൊട്ടിട്ടില്ലായിരുന്നു. ഇയാൾ സ്വതന്ത്രനായാണ്. യോഗി ആദിത്യനാഥിന്റെ സർക്കാർ വന്നപ്പോൾ രാജു പാലിന്റെ കൊലപാതക കേസ്, BJP-കാരനല്ല രാജു പാൽ, സമാജ്വാദി പാർട്ടിയുടെ MLA ആയിരുന്ന രാജു പാലിനെ കൊന്ന കേസിൽ നടപടിയെടുത്തത് യോഗി സർക്കാരാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിന് നീതി കിട്ടിയത് യോഗി വന്നതുകൊണ്ടാണ് എന്ന് ഇന്നലെ പൂജാ പാൽ പറഞ്ഞു. അത് നിയമസഭയിൽ പറഞ്ഞു. ഞെട്ടിപ്പോയി അഖിലേഷിൻ്റെ പാർട്ടി. കാരണം അവരുടെ MLA ആണ്, സത്യമാണ് പറഞ്ഞത്. സത്യമാണ് പറഞ്ഞെങ്കിൽ പോലും പൂജാ പാൽ ഇങ്ങനെ പറയുമ്പോൾ, എൻ്റെ സ്വന്തം ഭർത്താവിനെ ഒരു MLA കൊന്നിട്ടും 15 വർഷത്തോളം അതിൽ കേസെടുക്കാതിരുന്നു. അവസാനം യോഗി സർക്കാർ വരേണ്ടി വന്നു അയാളെ ജയിലിലാക്കാൻ. പിന്നെ അയാളെ ആരോ വെടിവെച്ച് കൊന്നു, ആരാണെന്ന് അറിയത്തില്ല, ആരോ വെടിവെച്ച് കൊല്ലുകയും ചെയ്തു. അങ്ങനെ സ്ത്രീകൾക്ക് നീതി കിട്ടാൻ യോഗി വരണം, യോഗി ഈ രാജ്യത്തിൻ്റെ പ്രതീക്ഷയാണ് എന്നൊക്കെ അസംബ്ലി പറഞ്ഞാൽ അഖിലേഷിന് പൊള്ളും. അത് മാത്രമല്ല, ഈ കുറച്ചായിട്ട് UP-യിലെ സമാജ്വാദി പാർട്ടിയിൽ വലിയ പ്രശ്നമാണ്. അതായത് രാജ്യസഭാ ഇലക്ഷൻ വന്നു. രാജ്യസഭാ ഇലക്ഷൻ വന്നപ്പോൾ ഗോസായിഗഞ്ചിലെ MLA അഭയ് സിംഗ്, ഗൗരിഗഞ്ചിലെ MLA രാകേഷ് പ്രതാപ് സിംഗ്, ഉച്ചാഹറിലെ MLA മനോജ് കുമാർ പാണ്ഡെ, ഇവർ 3 പേരും എന്ത് ചെയ്യുന്നറിയോ? SP MLA-മാരാ. രാജ്യസഭാ ഇലക്ഷനിൽ ഇവർ BJP വോട്ട് ചെയ്തു. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തു. വിപ്പ് ലംഘിച്ച് വോട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇവരെ അവസാനം MLA സ്ഥാനമൊന്നും പോയില്ല, അത് സ്പീക്കർ തീരുമാനിക്കണമല്ലോ. UP ഭരിക്കുന്ന BJP-യാണ്. അവസാനം സമാജ്വാദി പാർട്ടി ഇവരെ പുറത്താക്കി. 3 MLA-മാരെ പുറത്താക്കിയിട്ട് ഏതാനും മാസങ്ങളെ ആയുള്ളൂ. അതിനിടയ്ക്കാണ് ഇന്നലെ സത്യം വിളിച്ചു പറഞ്ഞു. ആര്? പൂജാ പാൽ. അതിന് ഇന്നലെ അസംബ്ലിയിൽ ഉച്ച കഴിഞ്ഞ് ഈ പ്രസംഗം ഉണ്ടാവുന്നു. വൈകിട്ട് ഒരു 6 മണി ആയപ്പോഴത്തേക്ക് പൂജാ പാലിനെ പുറത്താക്കി. അപ്പോൾ ഇതാണ് UP-യിലെ മാറ്റം. ഇതാണ് UP-യിൽ പ്രതിപക്ഷത്തുള്ളവരെ പോലും ചേർത്ത് പിടിക്കാനായിട്ട്, പ്രതിപക്ഷത്തുള്ളവർക്ക് പോലും അംഗീകരിക്കാനും അഭിനന്ദിക്കാനും കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു ഭരണം ഉണ്ടായിരിക്കുന്നു. ഗുണ്ടകളുടെ 11,684 കോടി രൂപയുടെ സ്വത്തൊക്കെ ഗുണ്ടായിസം വഴി ഉണ്ടാക്കിയിരുന്ന വലിയ മാഫിയ തലവന്മാരുടെ സാമ്രാജ്യങ്ങൾ മണ്ണിൽ വീണിരിക്കുന്നു. അപ്പോൾ ഒരു കാലത്ത് ഗുണ്ടകളുടെയും മാഫിയ സംഘങ്ങളുടെയും പിടിയിലായിരുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെ ഒരു സാധാരണ നിലയിലേക്ക് എത്തിക്കാമെന്ന് തെളിയിക്കുകയാണ്. പക്ഷെ മാത്രമല്ല, UP ഇനിയും ഒരുപാട് ക്ലീൻ ആവാനുണ്ട്. UP-യിൽ താരതമ്യേന ഒരുപാട് മെച്ചപ്പെട്ടു. കാരണം യോഗിക്ക് 10 വർഷം കിട്ടിയുള്ളൂ. 10 വർഷം വലിയ റെക്കോർഡാണ്. നമ്മളിപ്പോൾ പിണറായി വിജയൻ്റെ 10 വർഷം പോലെ അല്ല UP-യിലെ 10 വർഷം. UP-യിൽ ഒരു സർക്കാരും കാലാവധി തികയ്ക്കില്ല. 5 വർഷം തികച്ച് ഭരിച്ച സർക്കാരുകൾ UP-യിൽ കുറവാണ്. സർക്കാർ വീഴും. അപ്പോൾ 5 വർഷം തികയ്ക്കില്ല എന്നുള്ള ആ ദുഷ്പേര് യോഗി മാറ്റി. തുടർച്ചയായി 10 വർഷം കഴിഞ്ഞു, ഇനിയും ഭരണം തുടരുകയാണ്. അപ്പോൾ ഭരണസ്ഥിരത ഉണ്ടായപ്പോൾ എന്ത് പറ്റിയെന്നറിയോ? ഭരണസ്ഥിരത ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. കാരണം വളരെ കർശനമായ തീരുമാനങ്ങൾ എടുക്കാൻ, ഈ ഗുണ്ടായിസത്തെയും അധോലോകത്തെയും അമർച്ച ചെയ്യാൻ ഭരണത്തിൽ സ്ഥിരതയുള്ളൊരു കസേര വേണം. അല്ലെങ്കിൽ ഗുണ്ടകളും മാഫിയകളുമാണ് ഈ കസേരയ്ക്ക് ബലം കൊടുക്കുന്നതെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അഖിലേഷ് യാദവ് ഭരിക്കുന്നു. അത്തീഖാനെ പോലുള്ള ഗുണ്ടകളാണ് അഖിലേഷ് യാദവിന്റെ പാർട്ടിയെങ്കിൽ എങ്ങനെ അവർക്കെതിരെ നടപടിയെടുക്കും? ഇപ്പോൾ BJP എന്ന് പറയുന്ന പാർട്ടി ഒരു ഗുണ്ടകളുടെയും ഒരു മാഫിയ തലവന്റെയും കരുണ കൊണ്ടല്ല അവിടെ ഭരിക്കുന്നത്, BJP-യുടെ സ്വന്തം ഭൂരിപക്ഷം കൊണ്ടാണ്. കണ്ണടച്ച് തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് പരസ്യമായി, എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിലെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഇങ്ങനെ പറയും, ഒരു ഗുണ്ടാത്തലവനെ വിളിച്ചിട്ട് അത്തീഖാൻ നിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് പ്രസംഗിക്കാൻ ഒരു മുഖ്യമന്ത്രി യോഗിയല്ലാതെ ധൈര്യപ്പെടുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ മുഖ്യമന്ത്രി പ്രസംഗിച്ചു. ഏതാനും മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അയാളുടെ ഇറച്ചിയിൽ മണ്ണ് പറ്റി. അയാളെ ആരോ വെടിവെച്ചു ഒന്നും അറിയില്ല ആരാണെന്നുള്ളത്.
അരകൊന്നു. ഒരു വീഡിയോ ഒക്കെ ഉണ്ട്. ആ വീഡിയോ കണ്ട് നമ്മൾ കിട്ടിയല്ലേ. കാരണം ഇയാളെ ഇങ്ങനെ പോലീസുകാരിങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോൾ 3 പേര് ബൈക്കിൽ വന്നിറങ്ങുന്നു, നേരെ ഒന്ന് പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊല്ലുന്നു, എന്നിട്ട് അവർ ബൈക്കിൽ കയറി പോകുന്നു. ഇത് നമ്മൾ കണ്ടതാണ്. ഇതൊക്കെ ഈ രാജ്യത്ത് സത്യത്തിൽ ഇതൊക്കെ വേണം. അല്ലാതെ ഗോവിന്ദച്ചാമിയെ പോലെയുള്ള എല്ലാം കുരിനെയൊക്കെ പിടിച്ചിട്ട് ജയിലിലിട്ട് തീറ്റിച്ച് കൊഴുപ്പിച്ച് ആട്ടിറച്ചി കൊടുത്ത് ജയിലിൽ ചാടി തിരിച്ചു തന്ന ദിവസം ആദ്യം ഗോവിന്ദച്ചാമിക്ക് കിട്ടിയ ആദ്യത്തെ വിഭവം ആട്ടിറച്ചിയായിരുന്നു. അങ്ങനെ ആളുകൾ, അവനിപ്പോൾ 6 പാക്ക് പോലെ ഇരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉച്ചക്കഞ്ഞി കൊടുക്കാൻ കാശില്ല, സാറന്മാർ തെണ്ടി വന്ന് കഞ്ഞി കൊടുക്കണമെന്നാണ് പറയണത്. അപ്പോഴാണ് ജയിലിലെ കുറ്റവാളികൾക്ക് ഏറ്റവും സുഭിക്ഷമായ ഭക്ഷണം കൊടുത്ത് എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് നമ്മുടെ നാട്ടിലൊക്കെ തീറ്റിപ്പൊറ്റുമ്പോൾ അവിടെ ഇറച്ചിയിൽ മണ്ണു പറ്റുമട എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരുണ്ടാവുന്നതും ആ മുഖ്യമന്ത്രിമാരെ ഞാൻ ഈ പൂജാപാലിനെ MLA ആയിട്ട് കാണുന്നില്ല. ഗുജറാത്തിലെ ഒരു സ്ത്രീ, ഒരു സാധു സ്ത്രീ, സാധാരണ സ്ത്രീ, അവരുടെ ആത്മാഭിമാനമാണ്, അവരുടെ സങ്കടമാണ്. കല്യാണം കഴിഞ്ഞ് 3 മാസം മുമ്പ് തികയുന്നതിന് മുമ്പ് തന്നെ ഭർത്താവ് കൊല്ലപ്പെടുക എന്നൊക്കെ പറഞ്ഞാൽ എന്തൊരു വലിയ ദുരന്തമാണ്. അത് എന്ത് ചെയ്തിട്ടാണ്? ഇലക്ഷനിൽ ജയിച്ചു പോയി എന്നൊരു തെറ്റിന്. ഇതൊക്കെ ജനാധിപത്യമൊക്കെ ഇങ്ങനെ അപഹസിക്കപ്പെടുന്ന, അപമാനിക്കപ്പെടുന്ന, പരാജയപ്പെടുത്തുന്ന ഘട്ടത്തിൽ യോഗിമാർ വേണം.